സുഹൃത്തുക്കളെ, നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണോ? ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ? ഏത് ഫണ്ട് എങ്ങനെ സെലക്ട് ചെയ്യണം? അത് നിങ്ങളുടെ ഏത് ആവശ്യത്തിന് വേണ്ടിയുള്ള ഫണ്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എത്ര നാളത്തേക്കുണ്ട്? എന്ത് കാറ്റഗറിയിലാണ് നിങ്ങൾ ഇത് വിഡ്രോ ചെയ്യാൻ പോകുന്നത്? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അതോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫണ്ട് സെലക്ട് ചെയ്യുകയാണ്, എന്നിട്ട് അങ്ങോട്ടങ്ങ് ഇട്ടിരിക്കുകയാണ്, അതിനൊരു അന്തവും ഇല്ല കുന്തവും ഇല്ല, ഇങ്ങനെ കിടക്കുകയാണ്? റിവ്യൂ ചെയ്യുന്നുണ്ടോ? മോണിറ്റർ ചെയ്യുന്നുണ്ടോ? അതിന് കറക്റ്റായിട്ട് ട്രാക്കിംഗ് ചെയ്യുന്നുണ്ടോ? എവിടെയെങ്കിലും അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ പോയില്ലെങ്കിൽ വണ്ടി നിർത്തുവാനുള്ള സംവിധാനമുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ ഷോ. നമ്പർ 1, നമ്മൾ എന്തിനാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്? നമുക്കൊരു ഉദ്ദേശം വേണം. അതൊരു ഷോർട്ട് ടേമിലേക്കാണോ ഇൻവെസ്റ്റ് ചെയ്തത്, അതോ ലോങ് ടേമിലേക്കാണോ, അതോ മിഡ് ടേമിലേക്കാണോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതറിയാതെ നമ്മൾ ഇടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് ഒരു ഉദ്ദേശമില്ലെങ്കിൽ പിന്നെ അതിന് വലിയ ഒരു പ്രോഗ്രസ് വരാൻ ചാൻസ് കുറവാണ്. നമ്മൾ കറക്ഷൻസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളൊന്ന് ആദ്യം ഡിഫൈൻ ചെയ്യണം. ഷോർട്ട് ടേം എന്താണ്, മിഡ് ടേം എന്താണ്, ലോങ് ടേം എന്താണെന്നുള്ള കാര്യം. ഷോർട്ട് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷത്തിനും 5 വർഷത്തിനും ഇടയിൽ ഉള്ള ടേമാണ് ഷോർട്ട് ടേം. അന്നേരം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 3ലോ 4ലോ 5 വർഷത്തിലോ നിങ്ങൾക്ക് തിരിച്ചെടുക്കണമെന്നുള്ളൊരു ഉദ്ദേശമുണ്ടെങ്കിൽ അത് ഷോർട്ട് ടേം ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ മിഡ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വർഷം തൊട്ട് 10 വർഷം വരെയുള്ള ലിമിറ്റിനെയാണ് മിഡ് ടേം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 10ൽ കൂടുതലുള്ള സമയത്തിന് നമ്മൾ ലോങ് ടേം എന്ന് പറയും. അന്നേരം ഈ ടേം ബേസ്ഡ് വേണം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ പോകേണ്ടത്. ഇപ്പോൾ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റാണ്, നമുക്ക് അധികം സമയമില്ല ഒരു റിസ്ക് എടുക്കുവാനുള്ള കാര്യം എന്ന് ഓർത്തിരിക്കണം. അന്നേരം ഷോർട്ട് ടേമിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും ഒരു കൺസർവേറ്റീവ് ഫണ്ടിൽ വേണം കൊണ്ടുവരേണ്ടത്. കൺസർവേറ്റീവ് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാർജ് ക്യാപ്പ് ഫണ്ട് അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ട്, ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു മിശ്രിതം, ഇങ്ങനെയൊക്കെയുള്ള ഫണ്ടിൽ കൊണ്ടിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു 3, 4, 5 വർഷം കഴിഞ്ഞിട്ട് നമ്മളത് വിഡ്രോ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങേ അറ്റമായിട്ട് അങ്ങ് ഗ്രോ ഒന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടിയിരിക്കും. പക്ഷേ റിസ്ക് കുറഞ്ഞ് തന്നെയാണ് നമ്മുടെ ഗ്രോത്ത് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് മിഡ് ടേം എന്ന് പറഞ്ഞ സാധനമുണ്ട്. മിഡ് ടേമിനകത്ത് കൂടുതലും ഈ ഫ്ലെക്സി ക്യാപ്പ്, ഹൈബ്രിഡ് ഫണ്ട്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്, മൾട്ടി ക്യാപ്പ്, ഇതൊക്കെ കൊണ്ടിടാം. അന്നേരം അത് ഇച്ചിരി മിഡ് ക്യാപ്പുണ്ട്, ഇച്ചിരി ഫോറിൻ ഫണ്ടുണ്ട്, ഇച്ചിരി ഡെറ്റുണ്ട്, ഇച്ചിരി ലാർജ് ക്യാപ്പുണ്ട്, ഇതിൻ്റെയൊക്കെ ഒരു മിക്സ്ചറുണ്ട്. രണ്ടാമത് ഈ ഫ്ലെക്സി ക്യാപ്പ് എന്നൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി കോമ്പറ്റീറ്റീവ്. അന്നേരം ആ ഫണ്ട് മാനേജറിന് നഷ്ടം പോയി കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ പേരിന് ഒരു ദോഷം വരും. അതുകൊണ്ട് ഇവരെപ്പോഴും ഹൈലി കോമ്പറ്റീറ്റീവായിട്ട് ഇവർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫണ്ടാണിത്. അതിനകത്ത് നമ്മളൊരു 5 വർഷം തൊട്ട് 10 വർഷം വരെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കോർപ്പസ് നമുക്ക് ഉണ്ടാക്കി കിട്ടും. പിന്നെ ലോങ് ടേം എന്ന് പറയുന്ന സാധനത്തിനകത്ത് നമുക്ക് കൂടുതലും സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഫണ്ടാണ്. അത് നമ്മൾ ഒരിക്കലും ഒരു 5 or 10 വർഷത്തിനുള്ളിൽ വിഡ്രോ ചെയ്യാമെന്നുള്ള ചിന്തയിലാണെങ്കിൽ നമ്മളത് ഇടരുത്. ബിക്കോസ് അതിനകത്ത് ലോങ് ടേം ആയിട്ട് പല സ്മോൾ ക്യാപ്സ് അത് താഴെ പോയെന്നിരിക്കും, മിഡ് ക്യാപ്സും താഴെ പോയെന്നിരിക്കും. പക്ഷേ ലോങ് ടേം അത് വളരെ നല്ലൊരു കോർപ്പസ് ഉണ്ടാക്കി തരും. അത് നമുക്കൊരു 20 years വരെ അല്ലെങ്കിൽ 10+ ഏതായാലും ഇയേഴ്സ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു കോർപ്പസ് നമുക്ക് ഉണ്ടാക്കി കിട്ടും. ഈ ഒരു ചിന്ത ഇല്ലാതെ നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉദ്ദേശമില്ലാതെ നമുക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ മറുപടി കിട്ടിയെന്ന് വരത്തില്ല, ഓർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺസ് കിട്ടിയെന്ന് വരത്തില്ല. രണ്ടാമത്തെ ഒരു പോയിൻറ്റും കൂടെ ഞാൻ ഈ തരണത്തിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതെന്തുവാണെന്നറിയാം, നമ്മുടെ പ്രായം അനുസരിച്ച് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു 30 വയസ്സുള്ള ഒരു യുവാവാണെന്ന് വിചാരിച്ചു. ആ 30 വയസ്സുള്ള യുവാവ് അവൻ 30% ഡെറ്റ് ഇൻസ്ട്രുമെൻസിൽ കൊണ്ടിടണം, എന്നിട്ട് ബാക്കി 70% ഈക്വിറ്റി കൊണ്ടിടണം. 30 ഡെറ്റിൽ, ബാക്കി 70 ഈക്വിറ്റിയിൽ. 40 വയസ്സുള്ള ആളെന്ത് ചെയ്യണം? അതുപോലെ തന്നെ 40% ഡെറ്റിൽ, ബാക്കി 60% ഈക്വിറ്റി കൊണ്ടിടണം. അന്നേരം പ്രായം വർദ്ധിക്കും തോറും നമ്മുടെ ഡെറ്റിൻ്റെ കോമ്പണൻറ്റ് കൂടുകയും ഈക്വിറ്റിയുടെ കോമ്പണൻറ്റ് കുറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ ഈക്വിറ്റിയിൽ ഇട്ടതുകൊണ്ട് ആ നേരത്തെ ഇട്ട ഈക്വിറ്റി നല്ലപോലെ ഗ്രോ ചെയ്യാനുള്ള ഒരു സമയം കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്.
ഡെറ്റ് ആണെങ്കിൽ മിക്കവാറും ഫിക്സ്ഡ് റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ് പോലുള്ള സിസ്റ്റമാണ്. അന്നേരം നമ്മൾ റിട്ടയർമെൻറ്റൊക്കെ ആകും, അല്ലെങ്കിൽ 50, 55, 60 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഡെറ്റ് നല്ലപോലെ മച്യൂറായിട്ട് നല്ലൊരു കോർപ്പസായിട്ട് ഫിക്സ്ഡ് ഇൻകമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ഞാനീ പറയുന്നത് ഇത് കൺസെപ്ച്വലി ശരിയാണെങ്കിലും പലർക്കും പ്രാക്ടിക്കലി അത് ചെയ്തെന്ന് വരത്തില്ല. ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴത്തേക്ക് പല പ്രശ്നങ്ങളിൽ കൂടെ അല്ലേ നമ്മൾ കിടന്നു പോകുന്നത്. അന്നേരം ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പിൻവലിച്ചെന്നിരിക്കും, തള്ളിക്കൊണ്ടിരിക്കും, അങ്ങനെയൊക്കെ ഉള്ള പല പരിപാടികൾ ചെയ്തിരിക്കും. പക്ഷേ ഈ കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതിന്ന് നമ്മൾ ചേഞ്ച് ആക്കുവാനായിട്ട് നമ്മൾ ഇച്ചിരി ഒന്ന് വിഷമിക്കും. നമുക്ക് അന്നേരം ആ ഓർമ്മ വരും, അയ്യോടാ ഇത് ഇങ്ങനെ നമുക്ക് പണി തരാൻ ചാൻസ് ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ ഒരു പാരലലി നമ്മളങ്ങ് പോകും. ഇച്ചിരി ഡീവിയേഷനോ എക്സെപ്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ജനറലി വി വിൽ ഗോ ഇൻ ദിസ് ഡയറക്ഷൻ, കേട്ടോ. പോയിൻറ്റ് നമ്പർ 3, ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കോൺസ്റ്റൻ്റ്ലി നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ടാർഗറ്റിലോട്ട് പ്രോഗ്രസ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് നമ്മൾ കോൺസ്റ്റൻ്റ്ലി മോണിറ്റർ ചെയ്യണം. കോൺസ്റ്റൻ്റ്ലി മോണിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഒന്ന് മോണിറ്റർ ചെയ്യേണ്ട കാര്യമില്ല. മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ ഒക്കെ ഒന്ന് നോക്കിയാൽ മതി, കേട്ടോ. അതെങ്ങനെയാണ് നോക്കുന്നത്? അതിന് ചില ടൂൾസൊക്കെ നമുക്ക് വേണ്ടേ. ആദ്യത്തെ ടൂളാണ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ്. അന്നേരം ഇപ്പോൾ ഈ സ്ക്രീനിലോട്ട് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിച്ചുവിടാം. ഞാനിപ്പം ചോദിച്ച ചോദ്യമാണ്, വാട്ട് ഈസ് ദ ബെഞ്ച് മാർക്ക് ഫോർ നിപ്പോൺ ഇൻഫ്ര ആൻഡ് പവർ ഫണ്ട്? ആ ഒരു പവർ ഫണ്ട് അല്ലെങ്കിൽ ഇൻഫ്ര ആൻഡ് പവർ ഫണ്ടിൻ്റെ പേര് ഇടാൻ തന്നെ കാരണം അതൊരു ടിപ്പിക്കൽ ലാർജ് ക്യാപ്പോ മിഡ് ക്യാപ്പോ സ്മോൾ ക്യാപ്പോ അല്ല, പക്ഷേ ഒരു കസ്റ്റമൈസ്ഡ് ഹൈബ്രിഡ് ടൈപ്പ് ഫണ്ടാണ്. ഓക്കെ, അന്നേരം ഞാൻ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു മറുപടിയും കൂടെ കിട്ടി. ദ നിപ്പോൺ ഇന്ത്യ പവർ ആൻഡ് ഇൻഫ്ര ഫണ്ട് യൂസസ് നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ ട്രൈ ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് ആസ് ഇറ്റ്സ് ബെഞ്ച് മാർക്ക്. ഇപ്പം ബെഞ്ച് മാർക്ക് ഏതാണെന്ന് മനസ്സിലായല്ലോ. ഈ ഫണ്ടിൻ്റെ ബെഞ്ച് മാർക്കാണ് നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ ട്രൈ. അതുപോലെ തന്നെ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് അല്ലെങ്കിൽ പല അവന്യൂസ് ഉണ്ട്, അവിടെ ചെന്ന് ചോദിക്കണം ഈ നമ്മുടെ ഈ പർട്ടിക്കുലർ ഫണ്ടിൻ്റെ ബെഞ്ച് മാർക്ക് ഫണ്ട് ഇൻഡെക്സ് ഏതാണെന്നുള്ള കാര്യം. അത് അങ്ങനെ നമുക്ക് മനസ്സിലാവും. നമുക്കിപ്പം ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് കിട്ടിയ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു വെബ്സൈറ്റിൽ പോയി ഞാൻ moneycontrol.com, അതൊരു നല്ല ഡാറ്റ ഒക്കെ തരുന്ന വെബ്സൈറ്റാണ്. ധാരാളം അഡ്വർടൈസ്മെൻറ്റ് തന്നിട്ട് മനുഷ്യനെ ശല്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അന്നേരം ഇതിനകത്ത് നമുക്ക് കിട്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ കിട്ടും. ഈ നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ TRIയും നിപ്പോൺ ഇന്ത്യ പവർ ഇൻഫ്ര ഫണ്ടും. അന്നേരം ഇത് നോക്കിക്കാട്ടെ. ഇത് നമുക്ക് കാണാൻ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓറഞ്ചിഷ് യെല്ലോയിഷ് ലൈനാണ് ഇതിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ലൈൻ. മറ്റേ നീല ലൈനാണ് അതിൻ്റെ ഫണ്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ലൈൻസ്. ഇപ്പോൾ ഇവിടെയൊക്കെ ഏകദേശം സെയിമായിട്ട് വന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനുവരി 25 തൊട്ട് അല്ലെങ്കിൽ പിന്നെ ഡിസംബർ തൊട്ട് നമ്മൾ കാണാൻ കിട്ടുന്നത്, ജാനുവരി തൊട്ട് കാണാൻ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡെക്സ് ഫണ്ട് ഈസ് പെർഫോമിങ് ബെറ്റർ ദാൻ ദ മ്യൂച്വൽ ഫണ്ട്. ഇങ്ങനെ ഒരു സിസ്റ്റത്തിനകത്ത് കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമ്മൾ റിയാക്ഷണറി സ്റ്റെപ്സ് ഒന്നും എടുക്കാതിരിക്കുകയാണ് ഭേദം. ബിക്കോസ് ഒരു വർഷത്തേക്ക് നമ്മൾ ഇത് വിട്ടുകൊടുക്കണം. ബിക്കോസ് ഇവരുടെ രണ്ടുപേരുടെയും സെയിം സ്റ്റോക്സ് ആകത്തില്ല. ഈ ബെഞ്ച് മാർക്ക് സ്റ്റോക്സും ഈ ഫണ്ടിൻ്റെ സ്റ്റോക്സും എക്സാക്ട്ലി സെയിം ആകത്തില്ല, പക്ഷേ ഏകദേശമൊക്കെ സെയിം ആയെന്ന് വരും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ട് ഇത് ഒരു വർഷത്തേക്ക് ഇത് നമ്മൾ മോണിറ്റർ ചെയ്യണം. ഒരു വർഷത്തിൽ ഒരു 8, 9, 10 മാസം ഈ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഈസ് എബവ് നമ്മുടെ ഈ ഫണ്ടിൻ്റെ ഇൻഡെക്സ് ആണെങ്കിൽ അന്നേരം നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ SIP സ്റ്റോപ്പ് ചെയ്യുക. വിഡ്രോ ചെയ്യരുത്, നമ്മുടെ SIP സ്റ്റോപ്പ് ചെയ്യണം. കാരണം എന്താണെന്നറിയാമോ? SIP സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന് മുമ്പായിട്ട് കുറേ SIPകളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ആ SIP ഒക്കെ ഇട്ടത് എന്തുവാണ്? ആ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെക്കാട്ടിലും താഴത്തെ ലെവലിലാണ് നമ്മൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തത്. അന്നേരം താഴത്തെ ലെവലിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് അത് നഷ്ടമായി പോകാൻ അനുവദിക്കരുത്. അത് നമ്മൾ SIP സ്റ്റോപ്പ് ചെയ്തിട്ട് ലെറ്റ് ദാറ്റ് ഫണ്ട് കണ്ടിന്യൂ. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോൾ ആ ഫണ്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്തോട്ട് നമ്മൾ മാസം തോറും കൊണ്ട് ഇടേണ്ട കാര്യമില്ല. ബിക്കോസ് ഇത് ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്യാത്ത ഒരു ഫണ്ട് ആയതുകൊണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബെഞ്ച് മാർക്ക് ഈ ഫണ്ടിനെ അല്പകാലത്തേക്ക് ബീറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ്ലി വിഡ്രോ ചെയ്യേണ്ട കാര്യമില്ല. വി ഹാവ് ടു വെയിറ്റ് ഫോർ 1.5 years. എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ബെഞ്ച് മാർക്കിനാൽ ബീറ്റ്
ബെഞ്ച് മാർക്ക് ഇതിനെ ബീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് ഇതിനെക്കാട്ടി മുകളിലായിട്ട് ബെറ്റർ പെർഫോമിംഗ് റിസൾട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അന്നേരമാണ് നമ്മൾ ഈ SIP സ്റ്റോപ്പ് ചെയ്യേണ്ടത്. നമ്മൾ ഇമ്മീഡിയറ്റ്ലി കയറി SIP സ്റ്റോപ്പ് ചെയ്യരുത്. എന്നിട്ട് പിന്നെ നമുക്ക് ഈ ഓൾറെഡി SIP പ്ലാൻഡ് ആയിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ബെറ്റർ ഫണ്ടിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതിൽ ഈ ബെറ്റർ ഫണ്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? അത് വേറെ ഒരു കാറ്റഗറിയാണ്, ടോപ്പ് പെർഫോമിങ് ഇൻ ദ കാറ്റഗറീസ്. ഈ ഗ്രൂപ്പിൽ തന്നെ വേറെ പല ഫണ്ട്സ് കാണുമായിരിക്കും ഈ ഇതിനെക്കാട്ടിയും ഭേദമായിട്ട് പെർഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇൻഡെക്സ് ഫണ്ടിനകത്തോട്ട് തന്നെ കൊണ്ടങ്ങിടാം. ഇൻഡെക്സ് ഫണ്ടിൽ കൊണ്ടിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിന് തന്നെ ETF വരെ ഉണ്ട് കേട്ടോ. ETF-ലും കൊണ്ടിടാം, എന്നിട്ട് ഇൻഡെക്സ് ഫണ്ടിലും കൊണ്ടിടാം. അങ്ങനെയും നമുക്കിടാം. പിന്നെ ഈ രണ്ടാമത്തെ നമ്മളിപ്പോൾ 4 പോയിൻ്റ് ഡിസ്കസ് ചെയ്തല്ലോ, 3 പോയിൻ്റ് ഡിസ്കസ് ചെയ്തു. 4ാമത്തെ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റഗറി ആവറേജിനെക്കാട്ടിലും മുകളിൽ നിൽക്കണം. കാറ്റഗറി ആവറേജിനെക്കാട്ടിലും താഴെ നിൽക്കുകയാണെങ്കിൽ കൂട്ടത്തിൽ പോലും എവൻ കൊള്ളത്തില്ല എന്നതിൻ്റെ അർത്ഥം. അത് ഞാൻ ഫൈനലി ഒരു മ്യൂച്വൽ ഫണ്ട് ചീത്തയാണെന്ന് പറയാനൊന്നുമല്ല പറയുന്നത്. ബിക്കോസ് ചില മ്യൂച്വൽ ഫണ്ടുകൾ ചില സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ പെർഫോം ചെയ്യത്തില്ല. പക്ഷേ നമ്മുടെ ഉദ്ദേശം എന്താണ്? നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സ് ഏറ്റവും നല്ലതായിട്ട് എപ്പോഴും പെർഫോം ചെയ്യണമെന്നാണ്. അന്നേരം ഈ കാറ്റഗറി ആവറേജസ് കണ്ടിട്ട് കാറ്റഗറി ആവറേജിനെക്കാട്ടി കൂടുതലാണെങ്കിൽ നമുക്ക് സമാധാനപ്പെട്ടിടാം. കാറ്റഗറി ആവറേജിലാണെങ്കിൽ പോലും ഓക്കെയാണ്. പക്ഷേ കാറ്റഗറി ആവറേജിനെക്കാട്ടി 1-2% താഴെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട സമയമായി. അന്നേരം കാറ്റഗറി ആവറേജ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് പറയണ്ടേ? അതിനുവേണ്ടി ഈ ഒരു സ്ക്രീനിലോട്ട് നമുക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചു വിടാം. നമുക്ക് ഇങ്ങോട്ട് വന്ന് ചെക്ക് ചെയ്യാം. ഇത് റാങ്ക് വിത്തിൻ കാറ്റഗറി എന്ന് പറഞ്ഞ സാധനത്തിനെയാണ് ഞാൻ നോക്കുന്നത്. ഇൻഫ്രാ ഫണ്ടിനെ പറ്റിയാണ് ഞാൻ നോക്കുന്നത്. അന്നേരം ഈ ഇന്ത്യയിലുള്ള ഇൻഫ്രാ ഫണ്ട് ബേസിക്കലി എനിക്കറിയത്തില്ല എല്ലാം ഉള്ള ഇൻഫ്രാ ഫണ്ടാണോ. ഞാൻ ചെക്ക് ചെയ്തപ്പം നമുക്ക് കിട്ടിയ ഇൻഫ്രാ ഫണ്ടിൻ്റെ ലിസ്റ്റാണ്. ഇതിനകത്ത് നമുക്ക് പല ഗ്രേഡിങ് കൊടുത്തിട്ടുണ്ട്, ക്രിസിൽ റാങ്ക് കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞാൽ 5 ആണ് ബെസ്റ്റ്. ഇപ്പോൾ ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇതാണ് ബെസ്റ്റ്. പക്ഷേ ഇത് ഇന്ന് ബെസ്റ്റ് ആണെങ്കിൽ നാളെ ബെസ്റ്റ് ആകണമെന്നില്ല കേട്ടോ. അതൊരു കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കണം. ഇപ്പോൾ നമ്മുടെ ആ ഫണ്ട് നമ്മൾ നേരത്തെ ഈ എക്സ്പെരിമെൻറ്റിന് എടുത്ത ഫണ്ട് അത് വേണ്ടി ഇതാണ് നിപ്പോൺ ഇന്ത്യ പവർ ഇൻഫ്രാ ഡയറക്റ്റ് പ്ലാൻ ഫണ്ട്. ഇതുകൊണ്ട് ഈ സാധനം വരുന്നത് നമ്മൾ നേരത്തെ എടുത്തത്. അതിൻ്റെ കാറ്റഗറിയിൽ അത് ഒരു ഇടനിലക്കാരനാണ്, ഈ 3 ആണ്. പക്ഷേ ഇപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം ഇത് കാറ്റഗറിയിലെ ടോപ്പറായിരുന്നു. ഓൾമോസ്റ്റ് 40% ഗെയിൻ കൊടുത്ത ഒരു ഫണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ടോപ്പർ ആയതുകൊണ്ട് ഈ വർഷം ടോപ്പർ ആകണമെന്നൊന്നും ഒരു നിയമമൊന്നുമില്ല. യൂഷ്വലി ഞാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 വർഷം ടോപ്പിൽ കിടന്നു കഴിഞ്ഞാൽ അത് താഴെ പിന്നെ 8-ലും 9-ലും വരെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ബേസിസിൽ മാത്രം നമ്മൾ എടുക്കരുത്. അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ആ ഫണ്ട് അത് കാറ്റഗറിയുടെ മിഡിൽ സെക്ഷനിൽ അല്ലെങ്കിൽ ആവറേജിൽ നിന്ന് മുകളിലോട്ടാണോ അതോ താഴോട്ടാണോ എന്ന് നോക്കണം. ഇപ്പോൾ നിപ്പോൺ ഇന്ത്യ ഇൻഡെക്സ് ഫണ്ട് അത് ഒരു ആവറേജിൽ തന്നെ കിടക്കുകയാണ്. അത് താഴോട്ട് പോയിട്ടില്ല, മുകളിലോട്ടും പോയിട്ടില്ല. അപ്പോൾ കാറ്റഗറി വൈസ്ഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ വിഡ്രോ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ മറ്റേ നമ്മൾ സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ ബെഞ്ച് മാർക്കിനകത്ത് ഒരു 5-6 മാസം മാക്സിമം 6 മാസത്തേക്ക് അത് ഡൗൺ ആയി കിടക്കുന്നുണ്ട്. പക്ഷേ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് ഡൗൺ ആയി കണ്ടിന്യൂസ് ആയിട്ട് കിടന്നെങ്കിലേ നമ്മൾ ആ SIP നിർത്താൻ പാടുള്ളൂ. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ടോപ്പറായി കിടക്കുന്നത് നാളെ താഴെ വരും, നാളെ താഴെ കിടക്കുന്നവൻ ടോപ്പറാകും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സെറ്റിംഗ് ഉണ്ട്. അതിനെ ഓഫ് സെറ്റ് ചെയ്യുവാനായിട്ടാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ട് SIPക്കകത്ത് നമ്മൾ വിഡ്രോ ചെയ്യുമ്പം നമ്മുടെ കാറ്റഗറിയിലെ ആവറേജിനെക്കാട്ടിലും ഭേദമാണെങ്കിൽ ലെറ്റ് ഇറ്റ് ബി ദെയർ. കാറ്റഗറിയിലെ ആവറേജിലാണെങ്കിൽ പോലും ലെറ്റ് ഇറ്റ് ബി ദെയർ. കാറ്റഗറിയുടെ ആവറേജിൻ്റെ താഴെയാണ്, ബിക്കോസ് ഇത് ആനുവൽ റിസൾട്ടാണ്, താഴെയാണെങ്കിൽ നമ്മളത് നിർത്തേണ്ട സമയം ആയെന്ന് മനസ്സിലാക്കിക്കോണം. അവസാനത്തെ പോയിൻറ്റ്, ഇപ്പോൾ ഒരേ ടാർഗറ്റ് ചേസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ SIPs ഇട്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ മിഡ് ക്യാപ് ഇൻഡെക്സ് ഫണ്ടാണ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മിഡ് ക്യാപ് SIPയെ പാടുള്ളൂ. ഒരു 4-5 മിഡ് ക്യാപ് SIPs പല കമ്പനീസ് വിൽക്കുന്ന SIPs കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് സ്പെഷ്യലി ഒന്നും വ്യത്യാസം വരുന്നില്ല. ബിക്കോസ് ആ ബെഞ്ച് മാർക്ക് അത് തന്നെയാണ്. കൂട്ടത്തിൽ നമ്മൾ കണ്ടല്ലോ എങ്ങനെയാണ് ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫണ്ടും എങ്ങനെയാണ് കാറ്റഗറി ആവറേജിനെക്കാട്ടിലും ഭേദമായിട്ടുള്ള ഫണ്ട്. അവിടെ കൊണ്ട് നല്ല ഒരു ഫണ്ട് കൊണ്ട് ഇടുകയാണ്. പക്ഷേ മോണിറ്റർ ചെയ്യണം. അല്ലാതെ അവിടെ ഇന്ന് 5th ആയിട്ട് ഇന്ന് ടോപ്പ് റാങ്കർ ആയതുകൊണ്ട് ഇനി ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല എന്ന് പറയേണ്ട കാര്യമില്ല.
നമ്മൾ മോണിറ്റർ ചെയ്തിരിക്കണം. പക്ഷേ നമുക്ക് അന്നേരം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ഫണ്ടിൽ കൊണ്ടിടുക. പക്ഷേ അതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള 4-5 ഫണ്ടിലും കൂടെ കൊണ്ടിട്ടിട്ട് കാര്യമില്ല. ഇതിനെയല്ല ഇപ്പം നമുക്കൊരു 4 മിഡ് ക്യാപ്പ് ഫണ്ട് ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ 4 മിഡ് ക്യാപ്പ് ഫണ്ടും കൂടെ അത് ഒറ്റ മിഡ് ക്യാപ്പ് ഫണ്ട് ആക്കുക. ഇപ്പം എല്ലാത്തിനകത്തും 5000 രൂപ നമ്മൾ ഇടുന്നുണ്ടെന്ന് വിചാരിച്ചു. മാസം തോറും 20,000 രൂപ പോകുന്നുണ്ട്. ആ 20,000 രൂപ ഈ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മിഡ് ക്യാപ്പിൽ കൊണ്ടിടുക. ബാക്കി 3 എണ്ണത്തിനെ അങ്ങ് ഷോർട്ട് ഓഫ് ചെയ്യുക, അതിനെ തട്ടിക്കളയുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മളിതെല്ലാം മോണിറ്റർ ചെയ്യാൻ നമ്മളെക്കൊണ്ട് പറ്റത്തില്ല. ഫൈനലി അത് ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൻ്റെ പുറകിനല്ലേ നടക്കുന്നത്. അന്നേരം അങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു സമാധാനമായി മാറും. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ആദ്യത്തെ കാര്യം നമുക്ക് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ മീഡിയം ടേം ആണോ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ കാര്യം നമ്മുടെ പ്രായം അനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റീബാലൻസ് ചെയ്യണം. ആ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം ഡെറ്റ് കൂടി പോയി കഴിഞ്ഞ് നമ്മുടെ പ്രായത്തിനകത്ത് ചിലപ്പം ചില സ്റ്റോക്ക് മൂവ്മെൻറ്റ് അനുസരിച്ചൊക്കെ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ കോൺസ്റ്റൻ്റ്ലി റീബാലൻസ് ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ്. റീബാലൻസ് ചെയ്തില്ലെങ്കിൽ സ്മോൾ എമൗണ്ടൊക്കെ ആണെങ്കിൽ അതിൻ്റെ തലവേദന എടുക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെക്കാട്ടും ബീറ്റ് ചെയ്യുന്ന ഫണ്ട്സ് ആണോ, അത് ഇപ്പം തൽക്കാലത്തേക്ക് താഴെ പോയെന്ന് പറഞ്ഞാൽ ലോങ് ടേമിൽ അത് നല്ല പെർഫോമൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഇനി അധികം നല്ല പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ 1 വർഷം 1.5 വർഷത്തിൽ കൂടുതൽ അത് ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെ ബീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ നിർത്തുവാനുള്ള സമയമായി. SIP നിർത്തണം. പക്ഷേ അതിൻ്റെ അർത്ഥം ഫണ്ട് വിഡ്രോ ചെയ്യരുത്. ബിക്കോസ് ചിലപ്പം ഈ ഫണ്ട് തന്നെ വീണ്ടും നല്ലപോലെ പോകും. അന്നേരം നമ്മൾ ഈ ലോവർ SIPയിൽ വാങ്ങിച്ച് വെച്ചതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടാതിരിക്കും. പിന്നെ ഫൈനലി നമ്മൾ കാറ്റഗറി ആവറേജ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നല്ലോ. കാറ്റഗറി ആവറേജിലും നമ്മൾ കാറ്റഗറി ആവറേജിൻ്റെ താഴെ തമ്മിപ്പേദം തൊമ്മെന്ന് പറയുന്ന പോലെ കൂട്ടത്തിൽ ഇദ്ദേഹം ആവറേജ് ആണോ ആവറേജിന് മുകളിലാണോ എന്നുള്ള കാര്യം അറിയണം. ആവറേജിന് താഴെയുള്ളവനാണെങ്കിൽ അവിടെ നിർത്തുക, അല്ലെങ്കിൽ വിഡ്രോ വരെ ചെയ്ത് തരിക. അത് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ അവസാനം പറഞ്ഞ പോയിൻറ്റ്, നമ്മൾ ഈ കൂട്ടമായിട്ട് പല കോമ്പറ്റീറ്ററിനെ വെച്ച് ഒരേ ഇൻഡെക്സ് ഫണ്ടിനെ ചേസ് ചെയ്യേണ്ട കാര്യമില്ല. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കണ്ടുമുട്ടുന്ന വരെ പീസ്.